വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എക്സലിനകത്തെ ഫംഗ്ഷൻസും അതുപോലെ എക്സലിനകത്തുള്ള എററുമാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എക്സലിന്റെ ഭാഗത്ത് നിന്നായിട്ട് തന്നിട്ടുള്ള സിലബസ്. ഓക്കെ, PSC സിലബസ് എക്സലിന്റെ ഭാഗത്ത് ഇതൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ഒരൊറ്റ പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്, ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഇൻ എക്സൽ. ഓക്കെ, എക്സലിനകത്തെ ഡിഫറെന്റ് ഫംഗ്ഷൻ എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫംഗ്ഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് എറർ കൂടെ നോക്കണം. ബിക്കോസ് കഴിഞ്ഞ ചോദ്യ പേപ്പറിനകത്തൊക്കെ ഒരു 10 പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 പേപ്പറിനകത്തെങ്കിലും ഒരു എറർ ഏത് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫംഗ്ഷനും എററും ഇന്നത്തെ ക്ലാസ്സിൽ ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഫംഗ്ഷൻ എന്നാണ് അറിയേണ്ടത്. സോ പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫോർമുല ഇൻ എക്സൽ ആണ് ഫംഗ്ഷൻ. ഓക്കെ, എക്സലിന്റെ ലൈബ്രറിക്ക് അകത്തുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുല അല്ലെങ്കിൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫോർമുലാസ് ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ എങ്ങനെയാണെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ കാണാം, ഈ ന്യൂമോണിക് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ കോഡാണ് കേട്ടോ. ഇപ്പൊ സം ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സം എന്നായിരിക്കും, ആവറേജ് ആണെങ്കിൽ ഇവിടെ ആവറേജ് എന്ന് എഴുതിയിട്ടുണ്ടാകും, ആൻഡ് കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ആ ഒരു സ്ട്രക്ചർ ആണ് പറയുന്നത്. ഈക്വൽ ടു സൈൻ ആവശ്യമാണ്, നിർബന്ധമാണ്. ഏത് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏത് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നതും ഈക്വൽ ടു സൈനിലാണ്. അതൊരു ചോദ്യമാണ്. ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സ്പെഷ്യൽ ക്യാരക്ടറിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈക്വൽ ടുവിലാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈക്വൽ ടു കൊടുക്കണം ആൻഡ് കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻ കോഡ് അല്ലെങ്കിൽ ന്യൂമോണിക് രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു കാര്യത്തെ തന്നെയാണ് പറയുന്നത്. സോ ആ കോഡ് കറസ്പോണ്ടിങ് ഏതാണോ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് അത് കൊടുക്കണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ ബ്രാക്കറ്റ് ഉണ്ട്, ഇതിനെ നമ്മൾ പാരന്തസിസ് എന്നാണ് പറയുക. ആൻഡ് അതിനകത്ത് എഴുതി കൊടുക്കുന്ന കണ്ടന്റ്. ഓക്കെ, ഈ ഒരു സർക്കിൾ ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന കണ്ടന്റ് എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്, അതിനെ നമ്മൾ ആർഗ്യുമെന്റ് എന്നാണ് പറയുക. ഓരോ ഫംഗ്ഷനെയും ഡിപ്പെൻഡ് ചെയ്ത് ആർഗ്യുമെന്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ സം എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ആർഗ്യുമെന്റ് നമ്പർ 1 നമ്പർ 2 എന്നിങ്ങനെ ആയിരിക്കും. നേരെ മറിച്ച് ലോജിക്കൽ ഫംഗ്ഷൻ ആയിട്ടുള്ള ഇഫ് എടുക്കുന്ന സമയത്ത് ഇഫിനകത്ത് ടെസ്റ്റ് വാല്യൂ ട്രൂ, ടെസ്റ്റ് വാല്യൂ ഫോൾസ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കാണിക്കുക. അപ്പൊ ആർഗ്യുമെന്റില് ഡിഫറൻസ് ഉണ്ട്. സോ എന്താണ് ഫംഗ്ഷൻ? പ്രീ ഡിഫൈൻഡ് ഫോർമുല അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫോർമുല ഇൻ എക്സൽ ലൈബ്രറി. എക്സലിനകത്ത് വരുന്ന സമയത്താണ് എക്സൽ. ഓക്കെ, പ്രീ ഡിഫൈൻഡ് ഫോർമുലാസിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുക. ആൻഡ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എഴുതുന്നത്? ആദ്യം ഈക്വൽ ടു സൈൻ ഇടണം, അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻ കോഡ് എന്താണോ അത് എഴുതണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം ആൻഡ് അതിനകത്ത് കണ്ടന്റ് എഴുതണം. ആൻഡ് ഓരോ കണ്ടന്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതാണ്? കോമയാണ്. അപ്പോൾ 2 ആർഗ്യുമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ആർഗ്യുമെന്റ് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ആർഗ്യുമെന്റ് എഴുതുന്നതിന് മുമ്പായിട്ട് കോമ കൊടുക്കണം. ആൻഡ് അത്തരത്തിലെ ആർഗ്യുമെന്റ് എല്ലാം എഴുതി കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എൻറ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് റിസൾട്ട് എന്താണോ ആ ഫംഗ്ഷന്റെ അത് കാണിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. സോ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈക്വൽ ടു സം ഓഫ് നമ്പർ 1 നമ്പർ 2 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നാണ്. നമുക്ക് സെല്ലിനകത്ത് ഈക്വൽ ടു സം ഓഫ് 5, 2, 3 എന്നിങ്ങനെ എഴുതുവാണെന്നുണ്ടെങ്കിൽ 5 ഉം 2 7, 7 3 10. എൻറ്റർ കൊടുക്കുന്ന സമയത്ത് ആ സെല്ലിനകത്ത് 10 എന്നാണ് കാണിക്കുക. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ റെഫറൻസ് ചെയ്ത് എഴുതാം. ഓക്കെ, ഡയറക്റ്റ് എൻട്രി ആകാം അല്ലെങ്കിൽ റെഫറൻസ് എൻട്രി ആകാം. ഓക്കെ, അപ്പൊ A3 മുതൽ A17 A എന്ന കോളവും 3 എന്ന റോയും ഇന്റർസെക്ട് ചെയ്യുന്ന ആ സെല്ല് മുതൽ A എന്ന കോളവും 17 എന്ന റോയും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു സെല്ല് വരെ നമുക്ക് സെലക്ഷൻ നടത്തി സം ചെയ്യാം. അപ്പൊ റെഫറൻസ് എൻട്രി വഴിയായിട്ടാണെങ്കിലും ഡയറക്റ്റ് എൻട്രി വഴിയാണെങ്കിലും നമുക്ക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ഒരു ഫംഗ്ഷന്റെ ബേസിക് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. ഇനി എക്സലിനകത്തെ ഫംഗ്ഷൻസും അതിന്റെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 10 ഫംഗ്ഷൻസ്, 10ഓളം ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങളാണ് നമ്മൾ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ആ ഒരു ഫംഗ്ഷൻസ് ഏതൊക്കെ കാറ്റഗറിക്ക് അകത്താണ് എന്നാണ് ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫംഗ്ഷൻസ് ആണ്. ബാക്കി ഈ ബ്ലാക്ക് കളറിലുള്ളത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എക്സലിനകത്ത് ഉള്ള ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഇനി നോക്കുക, മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 60 എണ്ണം ഉണ്ട്. ഓക്കെ, 60ഓളം ഫംഗ്ഷൻസ് ഉണ്ട് മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആണെങ്കിൽ അത് 73 എണ്ണം ഉണ്ട്. ഓക്കെ, ലോജിക്കൽ ഫംഗ്ഷൻസ് 7 എണ്ണമാണ് ഉള്ളത്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ് 20 എണ്ണം ഉണ്ട്. ടെക്സ്റ്റ് ഫംഗ്ഷൻസ് 24 എണ്ണം ഉണ്ട്. ആൻഡ് ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻസ് 18 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻ
18 ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും പഠിക്കേണ്ടതാണ്, അതായത് വാല്യൂ പഠിക്കേണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ, ലോജിക്കൽ, ഡേറ്റ് ആൻഡ് ടൈം, ടെക്സ്റ്റ് ഫംഗ്ഷൻ, അതുപോലെ ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഉള്ളത്. ഓക്കെ, ഇനി വേറെ ഉണ്ട് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ, എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ, ക്യൂബ് ഫംഗ്ഷൻ, ഇൻഫർമേഷൻ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മളുടെ എക്സാമിൽ എപ്പോഴും ചോദിച്ച് കാണുന്ന ഫംഗ്ഷൻസ് ഈ പറയുന്ന ഇത്രയും കാറ്റഗറിക്കകത്തു നിന്നാണ് നമ്മളുടെ എക്സാമിൽ കൂടുതലും ഫംഗ്ഷൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഫംഗ്ഷൻസ് ആണ് 10 എണ്ണം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മാത്ത് ഫംഗ്ഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പറയാം. സം, സമ്മിഫ്, സമ്മിഫ്സ്. അപ്പോ ഒന്ന് പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ സം എന്നുള്ള ഫംഗ്ഷൻ ഏതാണ്? സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫംഗ്ഷൻ ആണ് സം. ഓക്കെ, സമ്മിന്റെ കൂടെ ഇഫ് വരുന്ന സമയത്ത് എന്താണ്? ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട്, ഒരു കണ്ടീഷനെ, ഗിവൺ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സം കാണുക. ഇനി ഇഫിന്റെ കൂടെ എസ് കൂടെ വരുവാണ്, പ്ലൂറൽ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ ഒരു കണ്ടീഷൻ റേഞ്ചിനെ, ക്രൈറ്റീരിയ റേഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സം കാണുക. അപ്പൊ സം എന്നുള്ള കാറ്റഗറിയിൽ 3 എണ്ണം ഉണ്ടെന്ന് നോക്കുക. സം, സമ്മിഫ്, അതുപോലെ സമ്മിഫ്സ്. ഓക്കെ, ദെൻ പ്രോഡക്റ്റ് നമുക്കറിയാം. സംഖ്യകളുടെ ഗുണനഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. ഓക്കെ, 2 സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടുന്നതിനാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. ഇനി അതുപോലെ കോഷ്യന്റ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? 2 സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഹരണഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോഷ്യന്റ് എന്നുള്ള ഫംഗ്ഷൻ ഉള്ളത്. ക്ലിയർ ആണ്? പ്രോഡക്റ്റ് എന്തായിരുന്നു? ഗുണിച്ചിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ്. കോഷ്യന്റ് എന്താണ്? 2 സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ്, ഹരണഫലം ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മോഡ് എന്നുള്ളൊരു ഓപ്പറേഷൻ കൂടി ഉണ്ട്. ഓക്കെ, മോഡ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? 2 സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തു, അതിന്റെ റിമൈൻഡർ സ്റ്റോർ ചെയ്യുന്നതാണ് മോഡ് ഫംഗ്ഷൻ. ഓക്കെ, എക്സൽ നമുക്കറിയാം വലിയ ടാബുലേഷൻ പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, 2 സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഹരണഫലം സ്റ്റോർ ചെയ്യുന്നത് കോഷ്യന്റ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. ആൻഡ് അതിന്റെ റിമൈൻഡർ നമുക്ക് കാണിച്ചു തരിക മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. തിരിഞ്ഞു പോവരുത്. ഹരണഫലം തരുന്നത് കോഷ്യന്റ് ആണ്, ആൻഡ് റിമൈൻഡർ, ശിഷ്ടം കാണിക്കുന്നത് ഏതാണ്? മോഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി പവർ ഫംഗ്ഷൻ നമുക്കറിയാം. 2ന്റെ പവർ, 4ന്റെ പവർ, അതുപോലെ റേസ്ഡ് ടു ഫോമിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പവർ എന്നുള്ള ഫംഗ്ഷൻ ഉള്ളത്. ഓക്കെ, സ്ക്വയർ റൂട്ട് എന്താണ്? സംഖ്യകളുടെ, സർട്ടൻ തന്നിരിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് SQRT. അത് ഓർക്കുക, സ്ക്വയർ റൂട്ട് എന്ന് എഴുതുന്നില്ല, SQRT എന്ന് തന്നെ എഴുതിയാലാണ് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടൻ എററുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ SQRT എന്നാണ് ഫംഗ്ഷന്റെ പേരുള്ളത്. എന്തിനാണ്? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫംഗ്ഷൻസ് ആണ് ലോഗും ലോഗ് 10ഉം. തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്ത് നമുക്ക് ബേസ് എത്രയാണെന്ന് ഡിക്ലെയർ ചെയ്യാം. അതായത് നമ്പറും കൊടുക്കാം, അതുപോലെ അത് ഏത് ബേസിലാണോ ലോഗരിതം കാണേണ്ടത് ആ ഒരു ബേസും നമുക്ക് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് നമ്മൾ ബേസ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡീഫോൾട്ട് ആയിട്ട് ബേസ് 10 ലോഗരിതത്തിലേക്കായിരിക്കും കൺവേർട്ട് ആവുന്നുണ്ടാവുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയാം, ലാസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലോഗ് 10, അത് ബേസ് 10 ലോഗരിതം ആണ്. ഇവിടെ നമുക്ക് നമ്പർ മാത്രം കൊടുത്താൽ മതി. ഓൾറെഡി ബേസ് ഡിക്ലെയർഡ് ആണ്. 10 ബേസ് ആക്കിക്കൊണ്ടുള്ള ലോഗരിതം വാല്യൂസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഒരു 10 കാര്യം പറഞ്ഞു. ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ നമുക്ക് ഓടിപ്പോയിട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. ഇനി ആദ്യം പറഞ്ഞത് ഏതാണ്? സം ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈക്വൽ ടു സം എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ ഇവിടെ കാണാം നമ്പർ 1, നമ്പർ 2. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ ടു സം ഓഫ്, ഇങ്ങനെ നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്തും കൊടുക്കാം. ഓക്കെ, എങ്ങനെയൊക്കെയാണ്? ആദ്യം നമ്മൾ 1, 2, 3 എന്നിങ്ങനെ എഴുതി കൊടുത്തു. ആൻഡ് അതുപോലെ നമുക്ക് റെഫറൻസ് ചെയ്തും കൊടുക്കാം. ഓക്കെ, റെഫറൻസ് ചെയ്തും കൊടുക്കാം. അപ്പൊ അത് ക്ലിയർ ചെയ്യാനായിട്ട് പറഞ്ഞതാണ്. ഐദർ നമുക്ക് റെഫറൻസ് എൻട്രി ആകാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് എൻട്രി ആകാം. ഓക്കെ, എഴുതി കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാവാം. ഓക്കെ, അപ്പൊ സം ഫംഗ്ഷൻ നമ്മൾ കണ്ടു. എങ്ങനെയാണ് എഴുതിയത്? ഈക്വൽ ടു സം ഓഫ് എന്ന് എഴുതി ആർഗ്യുമെന്റ് ടൈപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സെലക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്താണ് സം കാണേണ്ടത് എന്നുണ്ടെങ്കിൽ
സം ഇഫ് ആണ്. ആൻഡ് ആ ഒരു കണ്ടീഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സം ഇഫിന്റെ പ്ലൂറൽ വരും, സം ഇഫ്സ് എന്നായിരിക്കും ഫംഗ്ഷന്റെ പേരുണ്ടാവുക. ഇനി എക്സലിനകത്ത് ഫോർമുല എന്ന് പറയുന്ന ടാബിനകത്താണ് നമ്മളുടെ ഫംഗ്ഷൻ ലൈബ്രറി ഉള്ളത്. അതിനകത്ത് ഇതുപോലെ ഫിനാൻഷ്യൽ, ലോജിക്കൽ, ടെക്സ്റ്റ്, ഡേറ്റ് ആൻഡ് ടൈം, ലുക്കപ്പ് ആൻഡ് റെഫറൻസ്, മാത്ത് ആൻഡ് ട്രിഗർ, മോർ ഫംഗ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ആൻഡ് മാത്ത് ഫംഗ്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നോക്കുക, ഇത്രയും ഫംഗ്ഷൻസിൽ നിന്നാണ് ഞാൻ 10 എണ്ണം എക്സാം പോയിന്റിൽ റെഫർ ചെയ്ത് എടുത്തിട്ടുള്ളത്. 10 എണ്ണം. ഓക്കെ, 3 എണ്ണം കൂടെ എക്സ്ട്രാ പറയാനുണ്ട്. ഓക്കെ, സോ 60 എണ്ണം ഉണ്ടെന്ന് കണ്ടു. അതിനകത്ത് ആദ്യത്തെ 3 കാര്യങ്ങളാണ് പറയുന്നത്, സം, സം ഇഫ്, സം ഇഫ്സ്. ഓക്കെ, ദെൻ സം ഇഫ് നോക്കുക, എന്താണ്? ആഡ് ദ സെൽ സ്പെസിഫൈഡ് ബൈ എ ഗിവൺ കണ്ടീഷൻ ഓർ ക്രൈറ്റീരിയ. സോ എന്തെങ്കിലും പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് സം കാണുന്നതാണ് സം ഇഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് സം ഇഫ്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, സോ അതാണ് സം ഇഫും സം ഇഫ്സും തമ്മിലുള്ള വ്യത്യാസം. സം ഇഫ് എന്ന് പറയുമ്പോൾ ഒരു ക്രൈറ്റീരിയ ആണ് ഉണ്ടായിരിക്കുക. പ്ലൂറൽ ആവുന്ന സമയത്ത് മൾട്ടിപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് എന്തായിരുന്നു? അടുത്തത് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുവാണ്. എന്താണ്? ഈക്വൽ ടു പ്രോഡക്റ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതുപോലെ നമ്പർ 1, നമ്പർ 2 നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് ഇങ്ങനെ റെഫറൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എളുപ്പത്തിന് 2ഉം 3ഉം ആണ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കൊടുക്കുന്ന സമയത്ത് എന്താണ്? 6 ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ നമുക്ക് ഈക്വൽ ടു പ്രോഡക്റ്റ്, ഇങ്ങനെ നമ്പർ എഴുതിയും കൊടുക്കാം, അപ്പോഴും ആൻസർ കിട്ടും. സംഖ്യകളുടെ പ്രോഡക്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്, 2 സംഖ്യകളുടെ ഗുണിച്ച് അതിന്റെ റിസൾട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇനി കോഷ്യന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുവാണ്. ഈക്വൽ ടു കോഷ്യന്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, 10 എന്ന വാല്യൂ, അതായത് A10ലാണ് ആ 10 എന്നുള്ള വാല്യൂ ഉള്ളത്. 10 എന്ന വാല്യൂവിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, സോ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 10 ആണ്, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ കോഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റുകൾ നോക്കുക. കോഷ്യന്റ് എന്ന് എഴുതി ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ എന്നാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓർക്കുക, അവിടെ വ്യത്യാസമുണ്ട്. നമ്പർ 1, നമ്പർ 2 എന്നല്ല, ആർഗ്യുമെന്റിൽ വ്യത്യാസമുണ്ട്. ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ 2 കാര്യങ്ങൾ മാത്രമാണ് ഉള്ളതാനും. ഓക്കെ, ദെൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. എൻ്റർ കൊടുക്കുന്ന സമയത്ത് എന്താണ്? ഓക്കെ, എൻ്റർ കൊടുക്കുന്ന സമയത്ത് എന്താണ്? 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണ് നമുക്ക് 2 എന്ന് തന്നിട്ടുള്ളത് അല്ലെ. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന്റെ റിസൾട്ട് 2 ആണ് നമുക്ക് സ്ക്രീനിൽ കണ്ടത്. ഓക്കെ, ദെൻ മോഡ് ഫംഗ്ഷൻ നോക്കാം. മോഡ് ഫംഗ്ഷൻ എന്തായിരുന്നു? ആ ഒരു ഡിവിഷൻ ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ, ശിഷ്ടമാണ് സ്റ്റോർ ചെയ്യുക അല്ലെ. സോ നമ്മൾ മോഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുവാണ്. ഇതേ സെല്ലുകളിൽ തന്നെ അപ്ലൈ ചെയ്യാം. സോ നമ്പർ 10 ആണ്. മോഡ് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ശ്രദ്ധിക്കുക, മോഡ് ഓഫ് നമ്പർ ഡിവൈസർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ 10 എന്നുള്ള നമ്പറിനെ നമ്മൾ 5 കൊണ്ട് തന്നെ, ഈ ഒരു സെല്ല് കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് മോഡ്? എന്താണ് വരിക? 0. കാരണം 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടമില്ല, അതുകൊണ്ടാണ് നമുക്ക് 0 എന്നുള്ള റിസൾട്ട് കിട്ടിയത്. മറ്റൊരു വാല്യൂ നോക്കുവാണ്. നമ്മൾ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, സോ എന്താണ്? അവിടെ ശിഷ്ടമുണ്ട്, 1 ശിഷ്ടം വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് കാണിച്ചു? 1 കാണിച്ചു. അത്തരത്തില് 2 സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ശിഷ്ടം കാണിക്കുന്നത് ഏതാണ്? മോഡ് ഫംഗ്ഷൻ ആണ്. ആൻഡ് അതിന്റെ റിസൾട്ട് കാണിക്കുന്നത്, കോഷ്യന്റ് കാണിക്കുന്നത് ഏതാണ്? കോഷ്യന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണ് മോഡും കോഷ്യന്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ദെൻ അടുത്തത് ഏതായിരുന്നു? പവർ. ഓക്കെ, അപ്പൊ ഈ സംഖ്യകളുടെ പവർ നമുക്ക് കാണാം. അപ്പൊ എങ്ങനെയാണ്? ഈക്വൽ ടു പവർ എന്ന് എഴുതാം. ഓക്കെ, നമ്പർ പവർ. ഇവിടെ നമുക്ക് നമ്പർ ഡയറക്റ്റ് എൻട്രി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സെൽ റെഫറൻസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ പവർ ഈക്വൽ ടു പവർ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് എന്താണ്? നമ്പർ പവർ എന്നാണ് തന്നിട്ടുള്ളത്. സോ എന്താണ്? ഈ പറയുന്ന ആർഗ്യുമെന്റുകളാണ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്പർ പവർ 2 ആർഗ്യുമെന്റ് ആണുള്ളത്. സോ നമ്പർ നമ്മൾ 2 എന്ന് സെലക്ട് ചെയ്യുന്നു. ആൻഡ് പവർ എത്രാമത്തെ പവർ ആണ് കാണുന്നത്? 3 എന്ന് വിചാരിക്കുക. ഓക്കെ, ആ നമ്പറിന്റെ 2⁻³ ആണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. എന്താണ് 2⁻³ 8 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ഈ ഒരു സെല്ലിനെ
റെഫറൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ കറസ്പോണ്ടിങ് എല്ലാം കിട്ടും. അതറിയാലോ, നമ്മളുടെ ഫിൽ സീരീസ് ഓപ്ഷൻ ആണ് അത് എനേബിൾ ആക്കി തരുന്നത്. അപ്പൊ 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്, 4ന്റെ ക്യൂബ് 64 ആൻഡ് 5ന്റെ ക്യൂബ് 125, 6ന്റെ ക്യൂബ് 216 അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് പവർ ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്താണ്? നമ്പർ കോമ പവർ. തന്നിരിക്കുന്ന ഒരു നമ്പറിന്റെ പവർ എത്ര വേണമെങ്കിലും കാണാം. ഇപ്പൊ 2�3 അല്ല, 2⁴, 5 എല്ലാം കാണാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഈക്വൽ ടു പവർ എന്ന് എഴുതുക, ഓപ്പൺ ചെയ്യുക, ആ നമ്പർ എഴുതി കൊടുക്കാം. ഇപ്പൊ നമുക്കിനി എഴുതി കൊടുക്കാം. ഓക്കെ, 2 എന്നുള്ള നമ്പർ കൊടുത്തു, കോമ കൊടുത്തു. അപ്പൊ എത്രാമത്തെ പവർ ആണ്? 2ന്റെ 5ാമത്തെ പവർ നോക്കാം. ഓക്കെ, എത്രയാണ്? 32. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് 3ന്റെ 5ാമത്തെ പവർ കാണാം. ഓക്കെ, അപ്പൊ 3 എന്നുള്ള വാല്യൂ റെഫറൻസ് ചെയ്താലാണ് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റെഫറൻസ് ഫോളോ ചെയ്തേ. സോ നമ്പർ കൊടുത്തു, എത്രാമത്തെ പവർ ആണ്? 5ാമത്തെ പവർ ആണ്. ആൻഡ് ഞാൻ ക്ലോസ് ചെയ്തു. സോ സ്റ്റേബിൾ ആയിട്ടുണ്ട് സെലക്ഷൻ. ആൻഡ് ഞാൻ എൻ്റർ കൊടുത്തു. അപ്പൊ 3ന്റെ 5ാമത്തെ പവർ എന്ന് പറയുന്നത് 243 ആണ്. ആൻഡ് കറസ്പോണ്ടിങ് 4, 5, 6, 7, 8, 9, 10 എത്രയാണ്? ഓക്കെ, ഓരോന്നിന്റെയും 5ാമത്തെ പവർ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, റെഫറൻസ് ആയിട്ട് കൊടുത്താലാണ് ഈ ഒരു സെല്ലിനെ റെഫറൻസ് ചെയ്തുകൊണ്ട് ഈ സെല്ലിലെ വാല്യൂകൾ മാറ്റം വരുള്ളൂ. ഇപ്പൊ ഈ ഒരു സെല്ലില് 3ന്റെ ആണ് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ലില് 3 ആണ്. ഈ 3 എന്നുള്ള പറഞ്ഞ വാല്യൂവിന്റെ 5ാമത്തെ പവർ ആണ് ഈ സെല്ലിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു കണക്ഷൻ ഉണ്ട്. E3 എന്ന് പറയുന്ന സെല്ലിന് A3യുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. സോ ഈ ഒരു A3 പറയുന്ന സെല്ലിലെ വാല്യൂ ഞാൻ 9 ആക്കുവാണ്. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ വാല്യൂ മാറിയിട്ടുണ്ട്, 2 ആക്കി മാറി. ഓക്കെ, അപ്പൊ അതാണ് റെഫറൻസ് ചെയ്ത് കഴിഞ്ഞാലത്തെ ഗുണം. നമ്മൾ എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് എവിടെയൊക്കെ റെഫറൻസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം മാറുന്നുണ്ടായിരിക്കും. അപ്പൊ 3 വരുന്ന സമയത്ത് 243. ഓക്കെ, അപ്പൊ അതാണ് ഏത് ഫംഗ്ഷൻ? പവർ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ഏതാണ്? സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് കാണുന്ന ഫംഗ്ഷൻ ആണ്. പവറുകളാണ് എഴുതിയിട്ടുള്ളത്, സ്ക്വയേഴ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ് കാണണ്ടേ. അപ്പൊ ഫംഗ്ഷൻ എന്തായിരുന്നു? SQRT. സ്ക്വയർ റൂട്ട് എന്നില്ല, SQRT എന്ന് മാത്രമാണ്. എന്താണ്? റിട്ടേൺ ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. സെലക്ട് ചെയ്യുന്ന നമ്പറിന്റെ അല്ലെങ്കിൽ കൊടുക്കുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് തരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്താണ്? 36 സെലക്ട് ചെയ്തു, കൊടുക്കുന്ന സമയത്ത് 6. 36ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു സെൽ റെഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്, 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണ്, 9ന്റെ സ്ക്വയർ റൂട്ട് 3 ആണ്, 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ് എന്നൊക്കെ കിട്ടി. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരാത്ത കുറച്ച് നമ്പർ കൊടുക്കാം. 35, 45, 20 എന്നൊക്കെ നോക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ സ്ക്വയർ റൂട്ടുകൾ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. സോ നോക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് C7, 35ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5.91. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴാണ് റെഫറൻസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതാണ് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. എന്താണ്? ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണ് അത് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇനി നാച്ചുറൽ ലോഗരിതം ഉണ്ട്, അതുപോലെ ലോഗ് 10 വരുന്ന ആ ഒരു ലോഗരിതം. 2 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. എന്താണ്? ഒന്നിനകത്ത് നമ്മൾക്ക് ലോഗ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പറും അതുപോലെ ബേസും. നമ്പർ ഇപ്പം 8 ആണെന്നുണ്ടെങ്കിൽ ബേസ് നമ്മൾ 3 ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റാൻഡം വാല്യൂ ആണ്, നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ 3 ബേസ് ആക്കിക്കൊണ്ടുള്ള 8 എന്ന് പറഞ്ഞ നമ്പറിന്റെ ലോഗരിതമാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ലോഗ് 10 ആണെന്നുണ്ടെങ്കിൽ ലോഗ് 10 ഓഫ് 10 എന്താണ്? നമുക്കറിയാം 1 ആണ് അല്ലെ. ലോഗ് 10 ഓഫ് 10 എന്ന് പറയുന്നത് നമുക്ക് 1 ആണെന്ന് കോമൺലി അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കൊടുത്തത്. ഓക്കെ, അപ്പൊ ലോഗ് 10 എന്താണ്? അവിടെ നമുക്ക് നമ്പർ മാത്രം കൊടുത്താൽ മതി. അപ്പൊ ലോഗ് 10 എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഒരു കാര്യം നോക്കുക, ആർഗ്യുമെന്റ് നോക്കുക, നമ്പർ എന്ന് മാത്രമേ ഉള്ളൂ, ഒറ്റ ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ലോഗ് 10 ഒരു നമ്പർ എഴുതി കൊടുത്താൽ മതി, അതിന്റെ കറസ്പോണ്ടിങ് ബേസ് 10ലുള്ള ആ ഒരു വാല്യൂ ആണ് കാണിക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. ഇത്രയുമാണ് മാത്ത് ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, നമ്മളുടെ ആ ഒരു ഫംഗ്ഷൻ ലൈബ്രറിയിൽ അതിന്റെ പേരെന്താണ്? മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞതെല്ലാം മാത്ത് ഫംഗ്ഷൻസ് ആണ്, 10 എണ്ണം. ആൻഡ് അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, അതാണ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? സൈൻ, കോസ് ആൻഡ് ടാൻ. ഈ 3 ഫംഗ്ഷൻസും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ ഓഫ് എൻ ആംഗിൾ, കൊസൈൻ ഓഫ് എൻ ആംഗിൾ, അതുപോലെ ടാൻജന്റ് ഓഫ് എൻ ആംഗിൾ, ആംഗിളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ആൻഡ് ഇതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്താണ്.
ഓക്കെ, ഇനി വിട്ടുപോയ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. ആ ഫംഗ്ഷന്റെ പേര് പൈ എന്നാണ്. ഓക്കെ, പൈ നമുക്ക് മാത്സിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പൈ ഫംഗ്ഷൻ. എന്താണ്? റിട്ടേൺസ് ദ വാല്യൂ ഓഫ് പൈ. ഓക്കെ, പൈയുടെ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് കൂടെ ഓർത്ത് വെച്ചോളൂ. 15 ഡിജിറ്റ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് പൈ ആഡ് ചെയ്യാന്ന് നോക്കാം. ഈക്വൽ ടു പൈ എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വോയിഡ് ഫംഗ്ഷൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, സോ എന്താണ് ആൻസർ വരിക? സോ പൈയുടെ വാല്യൂ എന്താണ് തന്നിട്ടുള്ളത്? പൈയുടെ വാല്യൂ ആണ് അത് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അല്ല ഇനി π/2 π/4 നമ്മൾ റേഡിയൻ മെഷർമെന്റിലൊക്കെ π/2 π/4 എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പൈ എന്ന് എഴുതി കൊടുക്കുക ആൻഡ് നമ്മൾ ഡിവൈഡ് 2 കൊടുത്താൽ മതി. അപ്പം π/2 ആയി. ഓക്കെ, ദെൻ പൈ എന്ന് എഴുതി /3 ആണെന്നുണ്ടെങ്കിൽ π/3. ഓക്കെ, ദെൻ അതുപോലെ π/4 π/5 അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു π/3 π/4 ഒക്കെ എവിടെയാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്? സൈൻ, കോസ്, ടാൻ പോലെയുള്ള ആംഗിളിന്റെ മെഷർമെന്റിലാണ് അല്ലെ, റേഡിയൻ മെഷർമെന്റിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട്, നെസ്റ്റഡ് ഫംഗ്ഷൻ എന്നുള്ള ഒരു കാര്യമാണ്. ഫംഗ്ഷൻ ഇൻ എ ഫംഗ്ഷൻ, അതാണ് നെസ്റ്റഡ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് പൈ എന്ന് പറയുന്നത് റേഡിയനകത്ത് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 180 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ആംഗിൾ മെഷർമെന്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട വാല്യൂ. അപ്പൊ ഇത് നമുക്ക് സൈൻ ഫംഗ്ഷനുമായി കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാനൊക്കെയുള്ള ആവശ്യങ്ങൾ വരും. ഓക്കെ, എക്സൽ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരാം. സോ ആ സമയത്ത് ഈ π/2 ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പൈ എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ 180ന്റെ പകുതി ആയിരിക്കും π/2 ആൻഡ് 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തത് 60 ആണ് കിട്ടുക. ആൻഡ് 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം ബേസിക് മാത്സ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ആംഗിൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് സർട്ടൻ വാല്യൂസ് ഒക്കെ അറിയാലോ അല്ലെ. അതായത് 1 - 1 0 √3/2 1. അപ്പോൾ ഏറ്റവും നമുക്ക് എളുപ്പം tan 45 എന്ന് പറയുന്നത്, ഞാൻ പറയാനായിട്ട് പറയണം, tan 45 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. tan എന്നുള്ള ഫംഗ്ഷൻ എഴുതുവാണ്, ഈക്വൽ ടു tan എന്ന് എഴുതി ആൻഡ് ഓപ്പൺ ചെയ്തു. tan 45 എന്ന് നമ്മൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്പർ ആയിട്ടാണ് എടുക്കുക. അപ്പൊ കാണിക്കുന്ന വാല്യൂ ആക്യുറേറ്റ് അല്ല. ഓക്കെ, tan 45 എന്ന് പറയുന്നത് എക്സാക്ട് 1 ആണ്. അപ്പൊ നോക്കുക, നമ്മൾ ഇവിടെ റേഡിയൻ മെഷർ ആണ് കൊടുക്കേണ്ടത്, നമ്പർ മെഷർ അല്ല. സോ റേഡിയൻ മെഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൈ ഉപയോഗിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നോക്കുക, ഈക്വൽ ടു tan ഓഫ് പൈ എന്ന് എഴുതി. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഇൻ എ ഫംഗ്ഷൻ, നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ കാര്യം. ഓക്കെ, സോ പൈ എന്ന് എഴുതി ആൻഡ് പൈ ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. tan π/4 ആണ് 1 എന്ന് വരിക. അതായത് 45ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർ ആണ് π/4. സോ tan π/4 ആണ് 1. ബേസിക് മാത്ത് ആണ്, കൺഫ്യൂസ് ആവണ്ട. ഓക്കെ, സോ π/4 കൊടുത്തു ആൻഡ് ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 1 കിട്ടി. സോ tan π/4 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ cos π/4 ഈക്വൽ ടു cos ഓഫ് cos π/4. cos 45 എന്ന് പറയുന്നത് 1/√2. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. cos 45 ആണ് നോക്കുന്നത്. ഓക്കെ, നോക്കുക, cos 45 എത്രയാണ്? 0.707. 707 എന്ന് പറയുന്നത് 1/√2 ആണ്. ഈക്വൽ ടു സൈൻ ഓഫ് പൈ എന്ന് എഴുതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. π/4 ആണ്. സൈൻ π/4 എന്ന് പറയുന്നത് √1/√2 ആണ്. സോ 1/√2 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആൻസർ ആണ് കിട്ടുക. അപ്പൊ അത്തരത്തില് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇപ്പൊ സൈൻ, കോസ്, ടാൻ മാത്രമല്ല കൊസീക്ക്, സീക്ക്, കോട്ടൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ കോമ്പിനേഷൻ ഒക്കെ ചെയ്ത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും വർക്ക്ഔട്ട് ചെയ്യിക്കാം. അപ്പൊ അങ്ങനെ അത്തരത്തിൽ ഏകദേശം മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് 60 ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അതിനകത്ത് പ്രധാനപ്പെട്ട 10 മാത്ത് ഫംഗ്ഷൻസും 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും ആണ് തന്നിട്ടുള്ളത്. ഇനി ഓർക്കുക, ഈ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ഈ ഒരു എക്സൽ ലൈബ്രറിക്കകത്തുള്ളൂ. അതായത് നമുക്കറിയാം ഇതിന്റെ എല്ലാം 1 എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സീക്ക്, കൊസീക്ക്, കോട്ട് കാര്യങ്ങൾ കിട്ടും എന്നുള്ളത് അറിയാം. സോ ഈ ഒരു ഫംഗ്ഷൻസ് വെച്ചുകൊണ്ട് ബാക്കി ട്രിഗണോമെട്രിക് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു 3 ഫംഗ്ഷൻസ് ആണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയിട്ട് മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് ലൈബ്രറിക്കകത്ത് ഉള്ളത്. ഓക്കെ, സോ മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ക്ലിയർ ആണ്.
സോ അടുത്തത് നോക്കാം. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഇവിടെയാണ് ആവറേജ്, ആവറേജ് ഇഫ്, ആവറേജ് ഇഫ്സ്, നേരത്തെ സമ്മ് പഠിച്ച പോലെ തന്നെ മൂന്നെണ്ണം ഇവിടെയും വരുന്നുണ്ട്. ദെൻ മാക്സിമം, മിനിമം, കൗണ്ട്, കൗണ്ട് ഇഫ്, കൗണ്ട് ഇഫ്സ്. ഓക്കെ, എന്താണ് ആവറേജ് എന്ന് പറയുന്നത്? എന്താണ്? ആ ഒരു സെൽ റേഞ്ചിനകത്തെ കണ്ടന്റിന്റെ ആവറേജ് കാണുക, അതാണ് ആവറേജ് ഫംഗ്ഷൻ ചെയ്യുക. ആവറേജ് ഇഫ് എന്താണ്? എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഇഫ് വന്നു കഴിഞ്ഞാൽ ഓർക്കുക അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. പ്ലൂറൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ ആണെന്ന് ഓർക്കുക. അപ്പൊ ഇഫ് മാത്രമാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആവറേജ് കാണുന്നുണ്ടായിരിക്കുക. ഇനി ഇഫ് പ്ലൂറൽ ആണെങ്കിലോ, ഇഫ്സ് എന്നുണ്ടെങ്കിലോ സെർട്ടൻ ഗ്രൂപ്പ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും ആൻഡ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സെൽ റേഞ്ചിന്റെ ആവറേജ് കാണുന്നുണ്ടായിരിക്കുക. മാക്സിമം ആൻഡ് മിനിമം ആണ് ഒരു സെൽ ഗ്രൂപ്പിനകത്തെ, സെൽ റേഞ്ചിനകത്തെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും റിട്ടേൺ ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ് മാക്സ് ആൻഡ് മിൻ. മാക്സ് എന്താണ്? മാക്സിമം വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. മിൻ എന്താണ്? മിനിമം വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഇനി അതുപോലെ തന്നെയാണ് കൗണ്ട്, കൗണ്ട് ഇഫ്, കൗണ്ട് ഇഫ്സ്. ഓക്കെ, കൗണ്ട് എന്താണ്? ആ ഒരു സെൽ റേഞ്ചിനകത്ത് എത്ര ന്യൂമറിക് വാല്യൂ, ഓർക്കുക ന്യൂമറിക് വാല്യൂ, ആ ഒരു സെൽ റേഞ്ചിനകത്ത് എത്ര ന്യൂമറിക് വാല്യൂ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്, എണ്ണിയെടുക്കുന്ന ഫംഗ്ഷൻ ആണ് കൗണ്ട് ഫംഗ്ഷൻ. കൗണ്ട് ഇഫ് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് കൗണ്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇഫ്സ് എന്തായിരിക്കും? ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൗണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. അപ്പൊ ആദ്യം പറഞ്ഞത് ആവറേജ് എന്നാണ്. സോ ഞാൻ ആവറേജ് നോക്കുവാണ്. ആവറേജ് എന്ന് എഴുതി. ഓക്കെ, ആവറേജ് എന്ന് എഴുതി കൊടുത്തു ആൻഡ് ഞാൻ സെൽ റെഫറൻസ് ചെയ്യുവാണ്. അപ്പൊ ഈ ഒരു 1 മുതൽ 10 വരെയുള്ള ഈ ഒരു കാര്യത്തെ, ഈ ഒരു സെല്ലിന്റെ, സെൽ റേഞ്ചിന്റെ ആവറേജ് ആണ് നോക്കുന്നത്. എത്രയാണ്? 5.5 ആണ്. ഓക്കെ, 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ആവറേജ് 5.5 ആണ്. സോ അങ്ങനെ നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ആവറേജ് എന്ന് എഴുതി നമുക്ക് സംഖ്യകള് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, 5, 3, 2 സംഖ്യകളുടെ ആവറേജ് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും കാണിച്ചു തരും. സോ ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നതിനെ നമ്മൾ ഡയറക്റ്റ് എൻട്രി ആൻഡ് ഇതെന്താണ്? റെഫറൻസ് എൻട്രി ആണ്. അപ്പൊ അതാണ് ആവറേജ്. ഇനി നോക്കുക, എവിടെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ഉള്ളത്? മോർ ഫംഗ്ഷൻസിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ കണ്ടോ? അതിനകത്ത് ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നിന്നാണ് സോർട്ട് ചെയ്ത് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള അത്രയും കാര്യങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. ഇനി എന്തായിരുന്നു? മിൻ ആൻഡ് മാക്സ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ആദ്യം നമുക്ക് മാക്സിമം കാണാം. സോ ഈക്വൽ ടു മാക്സ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്പർ 1, നമ്പർ 2 എന്നുള്ള രീതിയിൽ കൊടുക്കാം. നമ്മളിവിടെ സെൽ റെഫറൻസ് എടുക്കുവാണ്. സോ എന്താണ്? A1 മുതൽ A10 വരെയുള്ള സെല്ല് സെലക്ട് ചെയ്തു ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കൊടുക്കുന്ന സമയത്ത് മാക്സിമം എത്രയാണ്? 10 ആണ് അല്ലെ? ഈ ഒരു സെൽ റേഞ്ചിനകത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അത് നമുക്ക് ഇവിടെ കാണാം. ഇനി മിൻ എന്താണ്? ഏറ്റവും മിനിമം ആണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ഈ ഒരു ഗ്രൂപ്പിനകത്തെ മിനിമം വാല്യൂ 1 ആണ്. അത്തരത്തില് മാക്സിമം വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് മാക്സ്. അതുപോലെ മിനിമം വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് മിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലേ? എന്താണ് കൗണ്ട്? ഒരു ഗ്രൂപ്പിനകത്ത്, ഒരു സെൽ റേഞ്ചിനകത്ത് എത്ര നമ്പർ ഉണ്ട്, എത്ര ന്യൂമറിക് വാല്യൂ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എഴുതിയും കൊടുക്കാം. 1, 2, 3 എന്നിങ്ങനെ എഴുതിയും കൊടുക്കാം. ഓക്കെ, അപ്പൊ കൗണ്ട് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നോക്കുക എത്രയാണ്? 10 ആണുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മൾ ഈ ഒരു ന്യൂമറിക് എൻട്രിനെ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് ഡീഫോൾട്ട് ആയിട്ട് സ്റ്റേറ്റസ് ബാറിനകത്ത് ആവറേജ് കാണിക്കും, കൗണ്ട് കാണിക്കും, അതുപോലെ സമ്മ് കാണിക്കും. ഓക്കെ, ആ 3 ഫംഗ്ഷൻസ് ആണ് ഡീഫോൾട്ട് ആയിട്ട് ഒരു ന്യൂമറിക് എൻട്രിയെ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് കാണിക്കുക. ഏതൊക്കെയാണ്? ആവറേജ്, കൗണ്ട്, അതുപോലെ സം. കൗണ്ടിന്റെ ആർഗ്യുമെന്റ് നോക്കുക. വാല്യൂ 1, വാല്യൂ 2 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് കൗണ്ട് ഇഫ്, കൗണ്ട് ഇഫ്സ്. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞത് മാക്സ്, മിൻ എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസ്. മിൻ ഫംഗ്ഷൻ, മാക്സ് ഫംഗ്ഷൻ. നോക്കുക എന്താണ്? റിട്ടേൺസ് ദ ലാർജസ്റ്റ് വാല്യൂ ഇൻ എ സെറ്റ് ഓഫ് വാല്യൂ. ഒരു സെറ്റ് ഓഫ് വാല്യൂസിനകത്ത് ലാർജസ്റ്റ് വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നു. മിൻ എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഓർക്കുക, ഇത്രയാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കുക, ഏതാണ്? ലോജിക്കൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ലോജിക്കൽ ഫംഗ്ഷൻസിനകത്ത് 4 എണ്ണമാണ് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ആദ്യത്തേതാണ് ഇഫ് ഫംഗ്ഷൻ. നമ്മൾ കുറെ ഇഫുകൾ നേരത്തെ കണ്ടു. ആൻഡ് ലോജിക്കൽ ഫംഗ്ഷൻസിനകത്ത് ഇഫ് ഉണ്ട്. ഇഫ് എന്താണ്? ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പോ ഒരു കണ്ടീഷൻ ഇവിടെ വെക്കുവാണ്. ഓക്കെ, ഒരു കണ്ടീഷൻ വെക്കുവാണ്. ആൻഡ് ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ
കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന കാര്യം ചെയ്യണം. ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഒരു എ എന്ന് പറയുന്ന കാര്യമുണ്ട്, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ബി എന്നുള്ള റിസൾട്ട് തരണം. കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ സി എന്നുള്ള റിസൾട്ട് കിട്ടണം. ഓക്കെ, ഒരു ചെറിയൊരു കണ്ടീഷൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തില് എന്തെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഒരു റിസൾട്ട്, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു റിസൾട്ട്. അപ്പൊ അത്തരത്തിൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് റിസൾട്ട് കാണിക്കുന്നതിനെയാണ് ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട്, കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ട്, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു റിസൾട്ട്. അപ്പൊ ആ രീതിയിൽ കൊടുക്കാനായിട്ട് ലോജിക്കൽ ഫംഗ്ഷൻസിനകത്ത് ഇഫ് ആണ് യൂസ് ചെയ്യുക. ഇനി നോട്ട്, ഓർ, ആൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ ഫംഗ്ഷൻ, ലോജിക്കൽ നോട്ട്, ലോജിക്കൽ ഓർ, ലോജിക്കൽ ആൻഡ് എന്നുള്ള ഫംഗ്ഷനിങ് നമുക്ക് നോക്കാം. ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ, എക്സ്നോർ, എക്സോർ എന്നൊക്കെ പറയുന്നത് ലോജിക് ഗേറ്റുകളാണ്. സോ അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ, എ ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട്. ആദ്യം പറയുന്നത് നമ്മൾ ലോജിക്കൽ ഓറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഓറിനെ കുറിച്ചാണ് പറയുന്നത്. എയുടെ വാല്യൂ 0 ആണ് ആൻഡ് ബിയുടെ വാല്യൂ 0 ആണ്. ആൻഡ് 0യും 1 കൊടുത്തു, 1 0 കൊടുത്തു, 1 1. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാല്യൂസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കുക, ദെൻ ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. ഈക്വൽ ടു ഓർ ഫംഗ്ഷൻ, ഈ രണ്ട് സെല്ല് സെലക്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ ഈക്വൽ ടു ഓർ സെലക്ട് ചെയ്തു, ഫംഗ്ഷൻ കൊടുക്കുവാണ്. ഓക്കെ, ഓർ സെലക്ട് ചെയ്തു, ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു, ട്രൂ ആണ്. ഓക്കെ, ഈക്വൽ ടു ഓർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോ നമുക്ക് എന്താണ്, നമ്മൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് വാല്യൂസ് ആണ് കൊടുത്തത്. ഓക്കെ, രണ്ട് വാല്യൂസ് കൊടുത്തു. ആൻഡ് 0 1 എന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ കമ്പ്യൂട്ടറിനകത്തും ലോജിക് ഗേറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേ ഗേറ്റിന്റെ ഫംഗ്ഷനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ചെറിയൊരു വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ 0 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 0 0 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. അപ്പൊ റിസൾട്ട് 0 ആയതുകൊണ്ടാണ് ഇവിടെ ഫോൾസ് എന്ന് വന്നത്. ഓക്കെ, റിസൾട്ട് 0 ആയതുകൊണ്ടാണ് ഫോൾസ് വന്നത്. ഇനി 0 1 കൂട്ടിക്കഴിയുമ്പോൾ എന്താണ് കിട്ടുക? 1 ആണ് റിസൾട്ട് കിട്ടുക. അപ്പൊ അതുകൊണ്ട് അത് ട്രൂ ആയിട്ടുണ്ട്. ഇനി 1 0 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 1 + 0 എത്രയാണ്? 1 ആണ്. സോ അതും ട്രൂ ആണ്. ആൻഡ് 1 + 1 എന്താണ്? അതും 0 ആകുന്നില്ല, മറ്റൊരു വാല്യൂ ആണ് വരിക. സോ അതും ട്രൂ ആണ്. ഓക്കെ, ലോജിക്കൽ സം ആണ് ഓർ ഫംഗ്ഷൻ ചെയ്യുന്നത്. രണ്ട് വാല്യൂസ് തമ്മിൽ ഏതെങ്കിലും ഒരെണ്ണം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു വാല്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 0 എന്ന് പറയുന്നത് ലോ പൾസ് ആണ്. ഓക്കെ, 1 എന്ന് പറയുന്നത് ഹൈ പൾസ് ആണ്. ഓക്കെ, കുറച്ച് ഇലക്ട്രോണിക്സും കുറച്ച് കമ്പ്യൂട്ടറും ഒക്കെ കയറി വരുന്നുണ്ട്, ഫണ്ടമെന്റൽസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് ബൈനറി ഭാഷ മാത്രമാണ്, 0യും 1ഉം മാത്രമാണ് പറയുന്നത്. ആൻഡ് ആ 0നെ നമ്മൾ ഇലക്ട്രോണിക്കലി ലോ പൾസ്, അതുപോലെ 1നെ നമ്മൾ ഹൈ പൾസ് എന്നാണ് പറയുക. അപ്പൊ രണ്ടും ലോ പൾസ് ആവുന്ന സമയത്ത് 0 0 രണ്ടും ലോ ആണ്. ആ സമയത്ത് ഒരു ഫംഗ്ഷൻ നടക്കില്ല. അപ്പോ 0 ആണ് വരിക. അതുകൊണ്ട് റിസൾട്ട് എന്തായി? ഫോൾസ് ആയി. ആൻഡ് ഏതെങ്കിലും ഒരു പൾസ് ഹൈ ആവുന്നു, എ ഓർ ബി ആണ് ഇൻപുട്ട്. ആൻഡ് ആ ഒരു പൾസ് ഹൈ ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടും. ആൻഡ് 1 or 0 ഏതെങ്കിലും ഒന്ന് ഹൈ ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടി. 1 1 രണ്ടും ഹൈ ആണ്. സോ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടി. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ ഭാഷയിൽ ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഹൈ ആകുന്ന സമയത്താണ് നമുക്ക് ഓറില് ട്രൂ ഓർ ഫോൾസ് റിസൾട്ട് കിട്ടുക. ഹൈ ആയ സമയത്താണ് ഇവിടെ ട്രൂ എന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ലോജിക്കൽ ആൻഡ് ഫംഗ്ഷൻ നോക്കാം. ഓക്കെ, അതെന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ വാല്യൂസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആൻഡ് ഫംഗ്ഷൻ ആണ് നോക്കണേ. ഓക്കെ, അപ്പോൾ ആൻഡ് ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം, ഈ വാല്യൂസിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഈക്വൽ ടു ആൻഡ്, ഈ വാല്യൂ സെലക്ട് ചെയ്യുന്നു, ഫോൾസ് ആണ്. ഈക്വൽ ടു ആൻഡ്
false ആണ്, equal to and അതും false ആണ്, equal to and true ആണ്. അപ്പൊ എന്താണ് 0 0 ഗുണിച്ചു കഴിഞ്ഞാൽ എന്താണ്, പൂജ്യവും പൂജ്യവും തമ്മിൽ ഗുണിച്ചാൽ പൂജ്യമാണ്, 0യും 1ഉം പൂജ്യമാണ്, 1 0 പൂജ്യമാണ്, 1 1 1 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് രണ്ട് പൾസുകളും നമ്മൾ പറഞ്ഞു 0 എന്ന് പറയുന്നത് ലോ പൾസ് ആണ് ആൻഡ് 1 എന്ന് പറയുന്നത് ഹൈ പൾസ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് വാല്യൂസും ഹൈ ആണെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ട്രൂ എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടുക. ഓക്കെ, രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് കിട്ടുക, അതർവൈസ് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഓക്കെ, ലോജിക്കൽ ഓറിനകത്ത് എങ്ങനെയായിരുന്നു, ഏതെങ്കിലും ഒരു വാല്യൂ ഹൈ ആയിരുന്ന സമയത്ത് നമുക്ക് ട്രൂ എന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, ലോജിക്കൽ സം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ലോജിക്കൽ സം കാണിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇവിടെ എന്താണ്, ലോജിക്കൽ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അത് പറയാനായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പൊ ലോജിക്കൽ സം കാണിക്കുന്ന ഫംഗ്ഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ ഉണ്ട്, ഓർ ഫംഗ്ഷൻ ആണ്. ആൻഡ് ലോജിക്കൽ പ്രോഡക്റ്റ് ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ലോജിക്കൽ ഫംഗ്ഷൻസിനകത്ത് വരുന്നതാണ് ഓറും ആൻഡും. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ആൻഡ് അത് ഏതാണ്, നമ്മളുടെ നോട്ടാണ്. ഓക്കെ, നോട്ട് നോക്കാം. നോട്ട് ഫംഗ്ഷനകത്ത് നമുക്ക് ഒരു ഇൻപുട്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു ഇൻപുട്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അത് ഐദർ ബി 0 or 1, ഇത് രണ്ടും ആണല്ലോ കമ്പ്യൂട്ടറിനകം മനസ്സിലാകുന്നത്. ഓക്കെ, ഇപ്പൊ 0യും 1ഉം മാത്രമാണ് നോട്ടിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് എന്താ കിട്ടുക, എ കോംപ്ലിമെന്റ് ആണ് കിട്ടുക. ഓക്കെ, സോ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 1 കിട്ടണം. സോ ഈക്വൽ ടു നോട്ട്, ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തു, ട്രൂ ആണ്, ഈക്വൽ ടു നോട്ട്, ഈ ഫംഗ്ഷൻ കൊടുത്തു, false ആണ്. എന്താണ്, ട്രൂ മീൻസ് 1, false മീൻസ് 0. ഓക്കെ, ട്രൂ മീൻസ് 1, false മീൻസ് 0, അങ്ങനെ ഓർക്കുക. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മളിവിടെ 0 ആണ് കൊടുത്തത്, അപ്പോ അതിനെ നേരെ ഇൻവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻവേർട്ടർ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവേർട്ടർ ഫംഗ്ഷൻ. ഓക്കെ, ഇൻവേർട്ടർ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഏതാണ്, നോട്ട് ഫംഗ്ഷൻ ആണ്. ലോജിക്കൽ പ്രോഡക്റ്റ് ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആൻഡ് ഫംഗ്ഷൻ ആണ്. ലോജിക്കൽ സം ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഓർ ഫംഗ്ഷൻ ആണ്. സോ ഇതാണ് ലോജിക് ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. നോട്ട്, ആൻഡ്, ഓർ ലോജിക്കൽ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇൻവേർട്ടർ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത് ലോജിക്കൽ നോട്ട് ആണ്. ലോജിക്കൽ പ്രോഡക്റ്റ് തരുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻഡ് ആണ്. ലോജിക്കൽ സമ്മ് തരുന്ന ഫംഗ്ഷൻ ഏതാണ്, അത് ഓർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഓർക്കുക, ഓറിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആകുന്ന സമയത്ത് നമുക്ക് ട്രൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ വാല്യൂ. ഓക്കെ, ഞാൻ 0 1 വെച്ചിട്ടാണ് പറഞ്ഞത്, ബൈനറി കൺസെപ്ഷനിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആകുന്ന സമയത്ത് നമുക്ക് ട്രൂ എന്നുള്ള ആൻസർ കിട്ടും, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഹൈ ആണെന്ന് കാണിക്കും. ദെൻ ഇവിടെ ആൻഡിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻപുട്ട് ആണ്, ആൻഡ് മോർ ദാൻ 2 ഒക്കെ വരാം, 3 4 എല്ലാം വരാം. സോ അത്തരത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എല്ലാം ഹൈ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ട്രൂ എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ നോട്ട് എന്താണ് ചെയ്യുന്നത്, 0 കൊടുത്താൽ നമുക്ക് 1 എന്ന് കാണിക്കും, 1 കൊടുത്താൽ 0 എന്ന് തരും. സോ അത് ഇൻവേർട്ട് ചെയ്യുവാണ് അല്ലെ, കൊടുക്കുന്ന വാല്യൂവിനെ നേരെ തിരിക്കുവാണ്, കോംപ്ലിമെന്റ് ചെയ്യുവാണ്. സോ എന്താണ്, ഇൻവേർട്ടർ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത് ലോജിക്കൽ നോട്ട് ആണ്. ലോജിക്കൽ പ്രോഡക്റ്റ് തരുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഫംഗ്ഷൻ ആണ്. ലോജിക്കൽ സമ്മ് തരുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ഇത് കുറച്ച് ഫണ്ടമെന്റൽ ഓർ ഇലക്ട്രോണിക് പോർഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സോ അത് മൈൻഡ് ചെയ്യേണ്ട, ഇത്രയും ഓർക്കുക. ഇഫ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ട്രൂ ഓർ ഫോൾസ് ചെയ്യുന്നതാണ് ഇഫ് എന്ന് പറയുന്നത്. ആൻഡ് അതിനകത്ത് ആൻഡ് എന്ന് പറയുന്നത് റിട്ടേൺ ലോജിക്കൽ പ്രോഡക്റ്റ് ആണ്. എന്താണ്, ചെക്ക് വെദർ ഓൾ ആർഗ്യുമെന്റ് ആർ ട്രൂ ആൻഡ് റിട്ടേൺ ട്രൂ ഇഫ് ഓൾ ആർഗ്യുമെന്റ് ആർ ട്രൂ. നമ്മൾ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ് എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു, ആൻഡ് ശരിയാണ് എന്ന് നമുക്ക് തിരിച്ച് റിസൾട്ട് തരുന്നു. എപ്പോ എല്ലാ ആർഗ്യുമെന്റും ശരിയാകണമെങ്കിൽ മാത്രമാണ് നമുക്ക് ട്രൂ എന്ന് കാണിക്കുക. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആണ് ഇവിടെ കാണിച്ചത്. അപ്പൊ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇനി നമ്മൾ ലുക്കപ്പ് ഫംഗ്ഷൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്.
സീറോ മീൻസ് ഫോൾസ് ആണ്, 1 മീൻസ് ട്രൂ ആണ്. നമ്മൾ ഡിഫറെന്റ് ഫംഗ്ഷൻസിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരും. വാല്യൂസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എഴുതുന്ന സമയത്ത് ട്രൂ ഓർ ഫോൾസ് എഴുതേണ്ടതായിട്ട് വരും. സോ എക്സലിനകത്ത് സീറോ മീൻസ് എന്താണ്, ഫോൾസ് ആണ്, ആൻഡ് 1 മീൻസ് ട്രൂ ആണ്. അതുകൂടെ ഓർത്തിരിക്കുക. ഇൻ കേസ് ഇങ്ങനെ ഡെപ്തിലേക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആവശ്യമായിട്ട് വരുന്ന കണ്ടന്റ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ അത്രയാണ് ലോജിക് ഫംഗ്ഷൻസിനകത്ത് ഓർത്തിരിക്കേണ്ടത്. ഇൻവെർട്ടർ ഫംഗ്ഷൻ, ലോജിക്കൽ പ്രോഡക്റ്റ് ആൻഡ് ലോജിക്കൽ സം എന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് അടുത്തത് നോക്കാം. അടുത്തത് ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ ആണ്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ കുറെ ഉണ്ടെങ്കിലും നമുക്ക് രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ടും ഓർത്തിരിക്കേണ്ടത്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഇന്നത്തെ ഡേറ്റ്, അതായത് സിസ്റ്റത്തിന്റെ കറന്റ് ഡേറ്റ് കാണിക്കുന്ന ഫംഗ്ഷൻ ആണ് ടുഡേ. ഓക്കെ, ദെൻ നൗ ഫംഗ്ഷൻ എന്താണ്, ഇപ്പോ കറന്റ് ടൈം ആൻഡ് വിത്ത് കറന്റ് ടൈം ആയിരിക്കും. കറന്റ് ഡേറ്റും കറന്റ് ടൈമും കാണിക്കുന്നതായിരിക്കും നൗ ഫംഗ്ഷൻ. സോ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസിനകത്ത് ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഡേ, മന്ത്, ഇയർ ഫംഗ്ഷൻസ് ഉണ്ട്, മിനിറ്റ്, അവർ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ നോക്കുന്നത് ടുഡേ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ഈ ഈക്വൽ ടു ടുഡേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ്, അതായത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈക്വൽ ടു ടുഡേ കൊടുത്ത സമയത്ത് നമുക്ക് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എഴുതിയും കൊടുക്കാം കേട്ടോ. ഈക്വൽ ടു ടുഡേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഈക്വൽ ടു ടുഡേ ഇന്നത്തെ ഡേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ നൗ ഫംഗ്ഷൻ എന്നും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഈക്വൽ ടു നൗ എന്ന് എഴുതി, ഈക്വൽ ടു നൗ എന്ന് എഴുതിയിട്ടുണ്ട്, എൻ്റർ ചെയ്യുന്നു. അപ്പൊ നോക്കുക, ഇത് കുറച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അതൊന്ന് വലുതാക്കി കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കുക, 4/11/2021 10:08 ആണ് സമയമുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, നമ്മളിപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. നമ്മളിവിടെ എൻ്റർ ചെയ്ത സമയത്ത് 10:08 ആയിരുന്നു. ഓക്കെ, ഇപ്പൊ എത്രയാണ് കാണിക്കുന്നത്, 10:11 ആണ് കാണിക്കുന്നത്. സോ വിത്ത് ടൈമും കൂടെ കാണിക്കും. ആൻഡ് നൗ ഫംഗ്ഷൻ എന്താണ് കാണിക്കുക, അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നേരത്തെ നമ്മൾ 11 എന്ന് കണ്ടു, ഇപ്പൊ എത്രയാണ്, 12 ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. ആൻഡ് ഇന്ന് നമ്മൾ ഈ ഒരു ഫയൽ ക്ലോസ് ആക്കി നാളെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നാളത്തെ ഡേറ്റും നാളത്തെ ടൈമും ആണ് കാണിക്കുന്നുണ്ടാവുക. അപ്പൊ എന്താണ് പ്രത്യേകത, നൗ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്, റിട്ടേൺസ് ദി കറന്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റഡ് ആസ് ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, ഡേറ്റ് ആൻഡ് ടൈം റിട്ടേൺ ചെയ്യും. ആൻഡ് ഇതിന്റെ പ്രത്യേകത അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ടുഡേ ആണെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല, ഡേറ്റ് റിട്ടേൺ ചെയ്യും, പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ ക്ലിയർ ആണ്. ഇനി അടുത്ത ഫംഗ്ഷൻ ഉള്ളത് ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഇത് എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് എറർ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ് കുറച്ച് എളുപ്പം. ഓക്കെ, അപ്പൊ ഒരു പെർട്ടിക്കുലർ കോളത്തിനകത്ത് ചെന്ന് അതിനകത്ത് കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ലുക്കപ്പ് ഫംഗ്ഷൻസ് ചെയ്യുന്നത്. രണ്ട് തരത്തിൽ ലുക്കപ്പ് ചെയ്യാം, വെർട്ടിക്കൽ ലുക്കപ്പും ചെയ്യാം, ഹൊറിസോണ്ടൽ ലുക്കപ്പും ചെയ്യാം. വി ലുക്കപ്പിനകത്തെ വി എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആൻസർ എന്താണ്, വെർട്ടിക്കൽ ആണ്. സോ വി വെർട്ടിക്കൽ ആണെങ്കിൽ എച്ച് എന്തായിരിക്കും, ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, അപ്പൊ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ്, അതായത് കോളം ആണ് നോക്കുക. ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് കോളത്തിനകത്ത് ഒരു 4 ടേബിൾ ഉണ്ട് എന്ന് വെക്കുക, 4 കോളം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെഫ്റ്റ് മോസ്റ്റ് കോളത്തിനകത്തെ വാല്യൂ നോക്കും. അപ്പൊ ഇവിടെ ഒരു വാല്യൂ ഉണ്ട് എന്ന് അതിന് മനസ്സിലാവും. സോ ഈ വാല്യൂമായി കറസ്പോണ്ടിങ് ചെയ്തു വരുന്ന ഈ ഒരു റോക്കകത്തെ വാല്യൂസ് നമുക്ക് കാണിച്ചു തരും. അതാണ് വെർട്ടിക്കൽ ലുക്കപ്പ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണ്. വെർട്ടിക്കൽ ലുക്കപ്പ് അങ്ങനെയാണ് ചെയ്യുക. വെർട്ടിക്കൽ ലുക്കപ്പ് ആണ് നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത്. എച്ച് ഓർക്കുക, ഹൊറിസോണ്ടൽ ലുക്കപ്പ് ആണ്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓർത്താൽ മതി. അപ്പൊ ഇത്രയാണ് ഫംഗ്ഷൻസ് ഉള്ളത്. മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, ലോജിക്കൽ ഫംഗ്ഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ, ടെക്സ്റ്റ് ഫംഗ്ഷൻ, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻ. ഓക്കെ, ടെക്സ്റ്റ് ഫംഗ്ഷൻ കൂടെ പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ഫംഗ്ഷൻ അകത്ത് ടെക്സ്റ്റ് ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് ഒരു ഓപ്പറേറ്റർ പഠിക്കാനുണ്ട്. ആൻഡ് ആ ഓപ്പറേറ്ററിന്റെ പേര് ആംബ്രസേ ആൻഡ് എന്നാണ്. ഓക്കെ, ആംബ്രസേ ആൻഡ് എന്നാണ്. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ ഇപ്പൊ നമുക്ക് നൗവിൽ നോക്കുന്ന സമയത്ത് എത്രയാ, 10:15 ആണ് കാണിക്കുന്നത്. ടൈം കൗണ്ടിങ് ആണ്. അപ്പൊ അത് അവിടെ കിടക്കട്ടെ, നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇനി ടെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പോ ടെക്സ്റ്റ് ഫംഗ്ഷനകത്ത് തന്നെ കൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 2 ടെക്സ്റ്റുകളെ ഒരുമിച്ചാക്കുക. അപ്പൊ കൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ കൊടുക്കുന്ന സമയത്ത് ടെക്സ്റ്റ് 1 ഞാൻ അനു എന്ന് കൊടുക്കുവാണ്. ഓക്കെ, രണ്ടാമത്തെ പേര് രാധ. ഓക്കെ,
സോ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താണ്, സെല്ലിനകത്ത് അനുരാധ എന്ന് ഒരുമിച്ചാണ് എഴുതി വരിക. ഇത് ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞതാണ്. ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന, അതായത് രണ്ട് സ്ട്രിങ് മീൻസ് ടെക്സ്റ്റ് ആണ്. സോ രണ്ട് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് കൺകാറ്റനേറ്റ്. ആൻഡ് ഓർക്കുക, ടെക്സ്റ്റിനെ എങ്ങനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, അത് ഡബിൾ കോട്ട്സിനകത്താണ് എഴുതിയിട്ടുള്ളത്. ഫംഗ്ഷൻസിനകത്ത് ടെക്സ്റ്റിനെ എങ്ങനെയാണ് എഴുതുക, ഡബിൾ കോട്ട്സിനകത്താണ് എഴുതുക. ആൻഡ് ഒരു നമ്പറിനെ ഒരു സെല്ലിനകത്ത് ഒരു കണ്ടന്റ് റൈറ്റ് അലൈൻ ആണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് എന്താണ്, അതൊരു നമ്പർ ആണ്. ലെഫ്റ്റ് അലൈൻ ആണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് എന്താണ്, അതൊരു ടെക്സ്റ്റ് ആണ്. സോ ഒരു നമ്പറിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി, അതിന്റെ ബിഗിനിങ്ങിൽ ഒരു സിംഗിൾ കോട്ട്സ് ആഡ് ചെയ്താൽ മതി. സോ അത് ടെക്സ്റ്റ് എന്നുള്ള ഫോമിലേക്ക് മാറും. ഓക്കെ, അപ്പൊ ഒരു നമ്പറിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാനായിട്ട് സിംഗിൾ കോട്ട്സ് ആണ് ഉപയോഗിക്കുക. ആൻഡ് ഫംഗ്ഷൻസിനകത്ത് ടെക്സ്റ്റ് എങ്ങനെയാണ് എഴുതുന്നത്, ഡബിൾ കോട്ട്സിനകത്താണ്. ഓക്കെ, ഫംഗ്ഷനകത്ത് ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് എഴുതുന്നത്, ഡബിൾ കോട്ട്സിനകത്താണ്. ഇനി കൺകാറ്റനേറ്റ് എന്ന് പറയുന്ന കാര്യം എന്തായിരുന്നു, രണ്ട് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഫംഗ്ഷൻ ആക്കി എഴുതി. അതുപോലെ തന്നെ നമുക്ക് അനു എന്ന് ഈ സെല്ലിൽ എഴുതിയിട്ടുണ്ട്, ദെൻ ഈ സെല്ലിൽ രാധ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു സെല്ലില് അനുരാധ എന്ന് ഒരുമിച്ച് വരണം, കൺകാറ്റനേഷൻ നടക്കണം. സോ ആ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈക്വൽ ടു ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ആൻഡ് ആംബ്രസേ ആൻഡ് പ്രസ് ചെയ്തു. നെക്സ്റ്റ് ഈ സെല്ല് സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് അല്ലെ. സോ എന്താണ്, കൺകാറ്റനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ആദ്യം കണ്ടത്. ആൻഡ് ഞാനത് ഫോർമുല ആക്കി കാണിച്ചതാണ് രണ്ടാമത് കണ്ടത്. അപ്പൊ അതിനകത്ത് ഓർക്കുക, ടെക്സ്റ്റ് കൺകാറ്റനേറ്റ് ഓപ്പറേറ്റർ ആയിട്ട് ഏത് സിമ്പിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആംബ്രസേ ആൻഡ് ആണ് അല്ലെ. ആംബ്രസേ ആൻഡ് സിമ്പിൾ ആണ് ആ ഒരു കൂടിച്ചേർക്കലിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഓർക്കുക, ടെക്സ്റ്റ് കൺകാറ്റനേറ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഓപ്പറേറ്റർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ആംബ്രസേ ആൻഡ് ആണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മാത്ത് ഫംഗ്ഷൻസിനകത്തെ 10 എണ്ണം, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസിനകത്ത് ഒരു ഏകദേശം ഒരു 7 എണ്ണം, ദെൻ ലോജിക്കൽ ഫംഗ്ഷൻസിനകത്ത് ലോജിക്കൽ സം, ലോജിക്കൽ പ്രോഡക്റ്റ്, ഇൻവേർട്ടർ ഫംഗ്ഷൻ, അതുപോലെ ഇഫ് ഫംഗ്ഷൻ, ഡേറ്റ് ആൻഡ് ടൈമിനകത്ത് നൗ ആൻഡ് ടുഡേ ഫംഗ്ഷൻ, ലുക്കപ്പ് ഫംഗ്ഷൻസിനകത്ത് ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്നുള്ള ഫംഗ്ഷൻസിനകത്ത് ഹൊറിസോണ്ടൽ ലുക്കപ്പ് കണ്ടു, അതുപോലെ വെർട്ടിക്കൽ ലുക്കപ്പ് കണ്ടു. ആൻഡ് അതിനകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. എന്താണ്, നമ്മൾ റോക്കകത്തെ കണ്ടന്റിനെ കോളത്തിലേക്കും കോളത്തിനകത്തെ കണ്ടന്റ് റോയിലുമായി കാണിച്ചു തരുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ് ട്രാൻസ്പോസ്. ഇവിടെ വിട്ടുപോയതാണ്. ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ആൻഡ് ആ കാര്യത്തിന്റെ പേരാണ് ട്രാൻസ്പോസ്. എന്താണ്, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷനകത്ത് അടുത്തൊരു കാര്യമാണ് ട്രാൻസ്പോസ്. എന്താണ്, റോയിലുള്ള കണ്ടന്റിനെ കോളത്തിലേക്കും കോളത്തിലുള്ള കണ്ടന്റിനെ റോയിലേക്കും ഇന്റർചേഞ്ച് ചെയ്ത് തരുന്നതാണ് ട്രാൻസ്പോസ് ചെയ്യുക. ഓക്കെ, സോ ക്ലിയർ ആണ്. ട്രാൻസ്പോസ് ഫംഗ്ഷനും എവിടെയാണ്, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്ന് പറയുന്ന ആ ഒരു ലൈബ്രറിക്കകത്താണ് ഉള്ളത്. എവിടെയാണ്, ഫോർമുല ടാബിനകത്താണ് ഈ ലൈബ്രറി മൊത്തം ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എറർ ആണ്. സോ ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എക്സലിലെ ഫംഗ്ഷൻസും എററും ആണ്. സോ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഫംഗ്ഷൻസിനെയും എററിനെയും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫംഗ്ഷൻസിന്റെ വീഡിയോ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എറർ നെക്സ്റ്റ് പാർട്ടായിട്ട് കാണാം.